നമ്മുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് ഫുഡ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണെന്നറിയോ, ഗിഫ്റ്റ് അൺബോക്സിങ്. ഇത് കല്യാണം കഴിഞ്ഞത് മൂലം എനിക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ എടുക്കേണ്ടി വന്നു. കാരണം ഇപ്പൊ 2 വീട്ടിൽ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത്തവണ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ഫസ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് ഫസ്റ്റത്തെ അമ്മയുടെ, ഇത് രാവിലെ അമ്മയുടെ ഗിഫ്റ്റാണ്. ചുരിദാറല്ലേ, ഇവിടെ എല്ലാവരും ഗിഫ്റ്റ് കിട്ടോ ഓഡിയൻസ് എല്ലാവരും ഗിഫ്റ്റ് കാണാൻ വേണ്ടിട്ട്. അല്ല നിന് ഇത്തിരി കൂടി കേറും മേലേക്ക് കേറ്റി പാന്റിന്റെ അടിയിൽ ഇതുണ്ട്. അങ്ങനെ പാന്റിന്റെ അടിയിൽ ഇതുണ്ട്. ഓക്കെ ആദ്യം കാണിച്ചവർക്ക് ആദ്യം എടുത്ത ആദ്യയുടെ സെലക്ഷൻ ആണ് അല്ലേ ആദ്യം. ഓക്കെ സോ ഇത് ഇനി നെക്സ്റ്റ് ഇതാരാ, ഇത് കല്ലുന്റെ ഇത്തവണ ജീൻസും ടോപ്പ്. ഓക്കെ അല്ലേ? നിങ്ങളെ കുറിച്ച് വർത്താനം പറ, ഞാനൊന്ന് സ്റ്റഡി ഗിഫ്റ്റ് ആണ്. ആ കൂടെ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടാ. എന്നാലും സർപ്രൈസ് ആയിട്ട് 2 ഗിഫ്റ്റും കൊണ്ടാണ് കേട്ടോ വന്നത്. യെസ്, എനിക്ക് ആഗുവിന്റെ ഗിഫ്റ്റാണ് എക്സൈറ്റ്മെന്റ്. ഓ ഇത് ഇപ്പൊ എടുത്തത് നോക്ക്, നല്ല ക്യൂട്ടായിട്ട് ടാഗു. താങ്ക്സ് ആഗു, അത് അടിപൊളി ട്ടാ. ചോക്ലേറ്റ് ആണ്, അല്ല ചോക്ലേറ്റ്. ക്യാഡ്ബറീസ് മെലിയാൻ വേണ്ടി ചെയ്തു. ഓക്കെ അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവരും കൂടെ ആക്രമിക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ആദിയുടെ എടുക്കാം. ആദിയുടെ ഗിഫ്റ്റ് ആണ്. പക്ഷെ ചെറുതാണോടാ. കല്യാണത്തിനൊക്കെ ഇടാനായില്ലേ? ഇതാണ് ഒരു ഗിഫ്റ്റ്. 2 ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് വൈശാഖ ഏൽപ്പിച്ചിട്ട് എടുത്തതും ഒന്ന് അമ്മയുടെ ഗിഫ്റ്റും ഉണ്ട്. സോ 2 സാരിയാണ്. അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടും. എന്റെ മറ്റേ ഉടുപ്പിന്റെ പോലത്തെ ഗോൾഡൻ ബ്ലൗസ് വേണമല്ലേ? ഇതിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നല്ല കളറല്ലേ? ഇതും ഇതിന്റെ ബോർഡർ നോക്കുമോ? പീകോക്ക് ബോർഡർ. അവിടെ പരസ്പരം എല്ലാവർക്കും നോക്കണ്ടോ? ശരിക്കും ക്ലാരിറ്റി ഇവിടെയാണ് കേട്ടാ. ഈ ഭാഗത്താണ് അടിപൊളിയായിരിക്കുന്നത്. ആൻഡ് ഫൈനൽ എന്റെ ഹസ്ബൻഡിന്റെ ഗിഫ്റ്റാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. ഇതെനിക്ക് എന്താന്ന് അറിയാം, ഇതെനിക്ക് ഊഹിക്കാം. കാരണം ഇത് ടൊബിനോ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു മേക്കപ്പ് സാധനം ഇല്ലേ, ടൊബിനോ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിരുന്നു. പക്ഷെ അമ്മ അതൊന്നും ഉപയോഗിക്കേണ്ടത്. ടൊബിനോ ഇങ്ങനെയാണ് വെളുക്കുന്നത്. പക്ഷെ 1000-ന് മുകളിലായത് കൊണ്ട് ഞാൻ മേടിക്കാത്ത ഒരു സാധനമാണ്. ടൊബിനോ വെളുത്തല്ലോ, അപ്പൊ
അതാണ് ഫസ്റ്റ് വൈശാട്ട് എനിക്ക് മേടിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഇതൊന്നും ആദ്യം വാങ്ങാനായിട്ടില്ല. ഇനി നെക്സ്റ്റ് ഇതിന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പെർഫ്യൂം ആണെന്ന് മനസ്സിലായി. ഇത് ഞാൻ ആഗ്രഹിച്ച് ടൈറ്റനിൽ നിന്ന് വാങ്ങാണ്ട് ഇറങ്ങി വന്ന സാധനമായിരുന്നു. അതേ തന്നെ കിട്ടിയതാണോ? യെസ്, ഇത് അടിപൊളി സ്മെല്ലാണ് കേട്ടോ. സ്കിന്നിന്റെ ഇല്ലേ, ഇതിന്റെ ഏതാണ് പ്യുവർ ഫെമി എന്ന് പറയുന്ന ഇത്. പക്ഷെ ഇതിന് നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ അടിപൊളി സ്മെല്ലാണ് ഈ സാധനം. പൊട്ടിക്കണോ? ഇതന്നെയല്ലേ അന്ന് കണ്ടത്? ഇതന്നെയാണ് അന്ന് കണ്ടത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതിന്റെ റേറ്റ് ഗസ് ചെയ്യാൻ പറ്റുമോ? 3K. എബോ 3K. അതുകൊണ്ട് ഞാൻ വേണ്ട വേണ്ടി തിരിച്ചു വന്നു. ചെറിയ അതിൽ അത്രയും ഉണ്ടാവില്ല. ഇതിങ്ങനെ മണത്തിട്ട് ഒരു മണക്കാനേ പാടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പിശുക്കണം, എടുക്കാൻ പറ്റില്ല. അല്ല കുഴപ്പമില്ല, അവിടെ സ്ഥലമുണ്ട് കേട്ടാ. ഇനി നെക്സ്റ്റ് അത് ആംബർ എന്താണ് ഗസ് ചെയ്യുന്ന? ഞാൻ ആംബർ ആണ്. അമ്മ എന്താ പറയുന്നത്? ശുഭം കാണുമ്പോ ആംബർ അപ്പൊ അല്ല ഷൂ പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും കാല് തൈപ്പ് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടോ സൈസ് മാത്രം കറക്കാനോ നോക്കുന്നു. അതെ, തിരിച്ചു ആ കളർ അടിപൊളി പാകമായിരിക്കണം. കറക്റ്റ് ആണ് തോന്നുന്നത്. എടുക്കാൻ പറ്റുമോന്ന് നോക്കണ്ടേ വരില്ല. ശരി, അപ്പൊ ഇതൊന്നും അതിന്റെ പേട്ടെ. സോ ഇത് മതിയില്ലേ? മതി. സോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. സോ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും എന്റെ നന്ദി. ഇതിനേക്കാൾ കൂടുതൽ അടുത്ത വർഷം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്. ബൈ. ഈ വട്ടം ഓണത്തിനാണ്, ഉത്രാടത്തിനാണ് സദ്യ നമ്മുടെ ഗിഫ്റ്റ്. ബൈ. ചിക്കൻ മട്ടൻ ഒന്നും